Welcome to my staycation at Flora Vaitiri Resort. If you are looking for a peaceful escape surrounded by nature, this place is pure magic. സോ ഇതാണ് നമ്മുടെ റൂം. നല്ല ഭംഗിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുൾ റോസ് പെറ്റൽസ് ഒക്കെ ആയിട്ട്, പിന്നെ ബലൂൺസും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് തോന്നി, നല്ല രസമായിട്ട്, നമ്മളൊരു വാം വെൽക്കം എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ മിററുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു പ്രിയ ചേച്ചിയില്ലേ, നമ്മുടെ ഒരു ഹാപ്പി ഫാമിലി പറയുന്ന പോലെ. And here is the bathroom. And ഇവിടെയും ഒരു വലിയ മിററുണ്ട്, പിന്നെ ഒരു നമുക്ക് വേണ്ട എല്ലാ എലമെന്റ്. ആൻഡ് ഇതിൻ്റെ നമുക്ക് റൂംസ് ഒരെണ്ണേ ഉള്ളല്ലോ. ഓക്കെ, റോബുണ്ട്, പിന്നെ ലോക്കർ. ആൻഡ് ബേസിക്കലി അത്രയേ ഉള്ളൂ റൂം വന്നിട്ട്. നമുക്കിനി ബാൽക്കണി നോക്കാം. That's pretty much it. We had high tea in the evening, so we are going to have that now. And we'll show you something after that. This is the best part of this resort. The view is absolutely stunning, and I must say this was my favorite spot. They have a few viewpoints and other attractions. എനിക്ക് ഈ ടൈപ്പ് പേയ്മെൻറ്റ് ഇല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ ചുറ്റും ചെടിയൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുണ്ടല്ലേ. പോയി നോക്കാം എന്തായാലും ഒന്ന്. ഈസി, നമുക്ക് പ്ലേ ഏരിയ കണ്ടിട്ട് വരാം. കമാൺ. ഇവിടെ കംപ്ലീറ്റ് ഈസിയുടെ ഏരിയ ആയിരുന്നു കേട്ടോ. അവൻ എല്ലാത്തിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. ഈസി ആരാന്നറിയണ്ടേ? നമ്മുടെ ഫ്രണ്ടിൻ്റെ മോനാണ്. ഈ ഗെറ്റവേ നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇവിടെയും ആക്ച്വലി അവർക്ക് ആ ഒരു ടീ പ്ലാന്റേഷനിലേക്കുള്ളൊരു വ്യൂ ഒക്കെ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്ത് ഇതൊരു ചെറിയൊരു സ്ട്രീം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കൂടെ പോയി കണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ച് മുകളിലേക്ക് വന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ ഈസിക്ക് സൈക്കിൾ ഓടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് സൈക്ലിംഗ് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസൊക്കെ ഉണ്ട്. ഇതാണ് റിസോർട്ടിൻ്റെ എൻട്രൻസ്. അങ്ങനെ നമ്മളെല്ലാവരും ഒന്ന് ഫ്രഷായി നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നതാണ്. ഈ ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ ഭയങ്കര രസമായിട്ടുള്ള. ഓരോ മരത്തിലാണേലും കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാം. ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഡെക്കറേഷനൊക്കെ ചെയ്ത് കുറേ ക്യാൻഡിൽസൊക്കെ വെച്ച് ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഫസ്റ്റ് ടൈമാണ് ഞാൻ കാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്.
ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നു. അവിടെ കുട്ടികൾക്കൊരു പ്രത്യേക സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈസി കുറച്ച് സമയം കളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് വലിയ ആളുകൾക്ക് കളിക്കാൻ പറ്റിയ കുറച്ച് ബോർഡ് ഗെയിംസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതെല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. ഇവിടെ എന്താ പറയുക, ക്യാരംസ്, ലുഡോ, ടേബിൾ ടെന്നീസ് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വലിയ ഏരിയ ആണ്. അതേപോലെ തന്നെ ഓരോ ബോർഡ്സ്, ഓരോ ചെയർ സെറ്റ് ചെയ്ത് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളും കുറച്ച് സമയം ലുഡോ ഒക്കെ കളിച്ചു. ബാൽക്കണിയിൽ വന്നപ്പോൾ ഇങ്ങനെ മഞ്ഞ് മൂടിയിരിക്കുന്നുണ്ടായിരുന്നു. അത് കുറച്ച് സമയം ഇങ്ങനെ കണ്ട്, മഞ്ഞാണോ ഇത് കോടയാണോ? കോട എന്നല്ലേ പറയുക. അപ്പോൾ കോട മൂടിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് പോവാം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സമയം ഈ വ്യൂ ഒക്കെ നോക്കി ഇവിടെ നിന്നു. പിന്നെ ഈസിക്ക് പൂളായിരുന്നു അവൻ്റെ ഫേവറേറ്റ്. അപ്പോൾ അവൻ ഈ പൂളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് തണുപ്പത്ത് പൂളിലിറങ്ങി. ഫ്ലോറ വൈത്തിരി ട്രൂലി ഫെൽറ്റ് ലൈക്ക് എ ഹോം അവേ ഫ്രം ഹോം. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, റൊമാൻറ്റിക് ഗെറ്റ് അവേസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും, ഫാമിലി വെക്കേഷൻസ് ആണെങ്കിലും ഇതൊരു നല്ല ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.